അതേസമയം തന്നെ ഇക്കോ താൻ എഴുതിയ കത്തില്ലേ അത് പോസ്റ്റ് ബോക്സിലിട്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് നടന്നു വന്നോണ്ടിരിക്കുമ്പോ അവിടെയുള്ള ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങി. തനിക്ക് ചുറ്റും ഇരുട്ട് മൂടുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് ഒരു ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. അവൾ ആ ഇരുട്ടിലേക്ക് നോക്കുമ്പോ ഷിറായിസിന്റെ പ്രേതം അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ആ പ്രേതത്തെ കണ്ട് പേടിച്ചേറിന്റെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നേരത്താണ് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത്. ഇക്കോ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? വാ, നമുക്ക് മുറിയിലേക്ക് പോവാന്ന് പറഞ്ഞ് അവള് വിളിക്കുന്നുണ്ടെങ്കിലും ഇക്കോ ഒന്നും തന്നെ മിണ്ടാതെ അനങ്ങാതെ നിൽക്കുക. പെട്ടെന്ന് അവൾ ആ ഇരുട്ടിലേക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ട് പറയും, ദാ ആ സ്ത്രീ, അവൾ ഇവിടെ എത്തി, അവൾ എന്നെ കൊല്ലുന്ന് പറഞ്ഞ് ആകെ ബഹളം വെക്കുന്നുണ്ട്. എന്നാ നേഴ്സിന് ആ കോറിഡോറില് അങ്ങനെ ആരെയും കാണാനില്ല. പിന്നെ പറയണ്ടല്ലോ, അവള് തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവള് മരണഭയത്തില് അവിടെ നിന്ന് ഓടുന്ന സമയത്ത് ഇക്കോ താഴേക്ക് മറിഞ്ഞു വീണു. ആകെ പേടിച്ചു പോയ ഇക്കോ ആ പ്രേതത്തെ തിരിഞ്ഞു നോക്കി. പിന്നെ കേൾക്കുന്നത് അവളുടെ അലർച്ചയാണ്.